നമസ്കാരം. നമ്മളടുത്തത് ടാക്സേഷനിൽ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ കുറിച്ചാണ്. ഒരുപാട് തരത്തിലുള്ള റിട്ടേണുകൾ ഉണ്ട്. അതിന്റെ ഏത് സെക്ഷനിലാണ് റിട്ടേണുകൾ പെടുന്നത്? നമ്മുടെ നോർമൽ റിട്ടേൺ, ക്ലോസ് റിട്ടേൺ, റിവൈസ് റിട്ടേൺ, ബിലേറ്റഡ് റിട്ടേൺ, അങ്ങനെയൊക്കെ ഒരുപാട് റിട്ടേണുകൾ ഉണ്ട്. ആരൊക്കെയാണ് റിട്ടേൺ കമ്പൽസറി ഫയൽ ചെയ്യേണ്ടത്? ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്യേണ്ട ആൾക്കാർ ആരൊക്കെയാണ്? റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആൾക്കാർ ഫയൽ ചെയ്യാണ്ടിരുന്ന എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ഇതൊക്കെയാണ് നമ്മൾ റിട്ടേണിന്റെ ഈ പറയുന്ന പോർഷനിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് ഒഴിച്ചു പോയി നോക്കി നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ റിട്ടേണിന്റെ കാര്യങ്ങൾ. അപ്പൊ റിട്ടേണിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് 139 ആണ്. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേണിലെ സെക്ഷൻ പറയുന്നതാണ് 139(1) ആണ്, സബ്സെക്ഷൻ 1. അപ്പൊ ഇതിൽ 139 സബ്സെക്ഷൻ 1 എന്ന് പറയുന്നത് കമ്പനി ഓർ എ ഫേം. അപ്പോ കമ്പനി ഫയൽ ചെയ്യേണ്ടതാണ് അവരുടെ ഇൻകം നോക്കിയിട്ടല്ല. അപ്പൊ ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇൻകം ഉണ്ടെങ്കിലും എന്ത് ചെയ്യണം? ഇവര് കമ്പനി ഓർ എ ഫേം മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യണം? നമ്മുടെ റിട്ടേൺ, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ സൈസ് ഓഫ് ദ റിട്ടേൺ, ഈവൻ വേർ ദർ ഇസ് എ ലോസ്. അപ്പൊ ലോസ് ഉണ്ടെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യണം? കമ്പനിയും ഫേം ഒക്കെ എന്തായിരിക്കണം? റിട്ടേൺ എന്തായാലും ഫയൽ ചെയ്തിരിക്കണം. ഇനി ട്രസ്റ്റ് എന്തായാലും ഫയൽ ചെയ്തിരിക്കണം. പൊളിറ്റിക്കൽ പാർട്ടി, സയന്റിഫിക് റിസർച്ച് ആൻഡ് അസോസിയേഷൻ, ഏജൻസി, യൂണിവേഴ്സിറ്റി, കോളേജ്, ബിസിനസ് ട്രസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് 115 UP, എനി അതർ പേഴ്സൺ where income before giving effect to 54(b) നമ്മുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിന്റെ ഒക്കെ എക്സംഷൻ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിന്റെ എക്സംഷൻ ഒക്കെ പറഞ്ഞത് എക്സീഡ് ദ മാക്സിമം എമൗണ്ട് വിച്ച് ഇസ് നോട്ട് ചാർജബിൾ ടു ടാക്സ്. അപ്പോൾ എക്സംഷൻ ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് എക്സംഷൻ ലിമിറ്റ് ഉണ്ടാവും 2,50,000, 3 ലക്ഷം, 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ബിഫോർ എന്താ ഈ 54(b) ഒക്കെ എക്സംഷൻ കൊടുക്കുന്നതിന് മുമ്പ് എക്സംഷൻ ലിമിറ്റിനെക്കാളും കൂടുതൽ ടോട്ടൽ ഇൻകം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? ഇവര് റിട്ടേൺ എന്തായാലും കമ്പൽസറി ആയിട്ട് ഫയൽ ചെയ്തു. അപ്പൊ ഈ സെക്ഷനൊക്കെ ജസ്റ്റ് സെക്ഷൻ മാത്രം ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. കൂടുതലായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. ഫൈനലിലേക്കാണ് കുറച്ചുകൂടെ പഠിക്കാനുള്ളത്. അപ്പൊ കമ്പനി ഫേമിന്റെ റിട്ടേൺ 139(1)A, ബാക്കിയൊക്കെ സെക്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. പിന്നെ 139(1)B എനി അതർ പേഴ്സൺ. അപ്പൊ 1A കമ്പനി ഫേമും ബാക്കിയുള്ളവരുടെ എനി അതർ പേഴ്സൺ 139(1)B ആണ്. ബാക്കി സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഈ പറഞ്ഞിട്ടുള്ള സെക്ഷൻ ആണ്. അപ്പൊ സെക്ഷൻ ജസ്റ്റ് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. വേറെ കൂടുതലായിട്ട് നമുക്ക് ഇന്ററിൽ കവർ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അപ്പൊ ഏത് സെക്ഷനിലാണ് റിട്ടേൺ ഇവരൊക്കെ ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്ന സെക്ഷൻസ് ആണ് ഇപ്പോൾ ഈ ടേബിളിൽ നമ്മൾ കണ്ടത്. ഇനി കമ്പൽസറി ഫയലിംഗ് ഓഫ് റിട്ടേൺ. Any person being resident other than not only resident shall furnish a return within the due date in respect of his income or loss for the previous year, irrespective of the fact that his total income does not exceed basic exempt limit or does not have any taxable income. അപ്പൊ ടാക്സബിൾ ഇൻകം ഉണ്ടെന്നോ ഇല്ലയാണോ അതിനൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈ പാർട്ടീസ് കമ്പൽസറി ഫയൽ ചെയ്തിരിക്കാൻ പറ്റും. Hold as a beneficial owner or otherwise any asset, including any financial interest in any entity located outside India. അപ്പൊ ഔട്ട്സൈഡ് ഇന്ത്യയിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഹാസ് സൈനിങ് അതോറിറ്റി ഇൻ എനി അക്കൗണ്ട് ലോക്കേഡ് ഇൻ ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പൊ സൈനിങ് അതോറിറ്റി എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിലൊക്കെ ഉണ്ടെങ്കിൽ ആൾ എന്ത് ചെയ്തിരിക്കണം? എന്തായാലും മസ്റ്റ് ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അത് ടാക്സബിൾ എക്സംഷൻ ലിമിറ്റ് കൂടിയോ കുറഞ്ഞോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഈസ് എ ബെനിഫിഷ്യറി ഓഫ് എനി അസറ്റ് ഇൻക്ലൂഡിംഗ് എനി ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ എനി ലോക്കേഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പൊ ഔട്ട്സൈഡ് ഇന്ത്യയിലത്തെ ആൾക്കാരാണ് പറയുന്നത് കേട്ടോ. ബീങ് റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാര് അതർ ദാൻ നോട്ട് ഓർഡിനറി റെസിഡന്റ്. അപ്പോൾ ഓർഡിനറി റെസിഡന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓർഡിനറി റെസിഡന്റ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് പുറത്തുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും അസറ്റിൽ എന്തെങ്കിലും ബെനിഫിഷ്യറി ആയിട്ടുണ്ടെങ്കിൽ അസറ്റ് ലൊക്കേറ്റ് ചെയ്തത് ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ അവർ കമ്പൽസറി ആയിട്ടും റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ബേസിക് എക്സംപ്ഷൻ ലിമിറ്റ് കുറവാണോ കൂടുതലാണോ നോക്കേണ്ട കാര്യമില്ല. ഇനി അതിൽ എക്സംഷനും പറഞ്ഞിരിക്കുന്നത് an individual being beneficiary of any asset, including any financial interest in any entity located outside India, where income, if any arising from such asset, is included in the income of the person referred to above in accordance with the provisions of this act. അപ്പൊ അതിന്റെ ഇൻകം അങ്ങേരുടെ കയ്യിൽ വരുന്നുണ്ടെങ്കിൽ ആ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതിൽ വരുന്നുണ്ടെങ്കിൽ ആളെന്ത് ചെയ്യണം? കമ്പൽസറി ആയിട്ട് ഫയൽ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. an individual being a beneficiary of any asset, including any financial interest in any entity. അത് മുകളിൽ പറഞ്ഞ ആൾ തന്നെ located outside India, where income, if any arising from such asset, is includable in the income of the person referred above in accordance with the provision of this act. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആളുടെ ഇൻകത്തിൽ ഇൻക്ലൂഡബിൾ ആണെങ്കിൽ ആളെ കമ്പൽസറി ഫയൽ ചെയ്യേണ്ട രീതിയിൽ വരില്ല. ആളുടെ ടോട്ടൽ ഇൻകം ബേസിക് എക്സംപ്ഷൻ ലിമിറ്റ് കൂടി കഴിഞ്ഞാൽ ചെയ്താൽ മതി. ബെനിഫിഷ്യൽ ഓണർ എന്ന് പറയുന്നത് ആരാണ്? ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ആരാണെന്നുള്ള ജസ്റ്റ് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നു. മാൻഡറ്ററി ഫർണിഷിംഗ് ഓഫ് റിട്ടേൺ ഇൻ കേസ് ഓഫ് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ. അതായത് ഒരുപാട് ക്യാഷിന്റെ പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം. കാരണം അവർക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനുള്ള ഇൻകോ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു സംശയത്തിന്റെ നിലയിൽ. അപ്പൊ എന്താണ് ഈ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ഉദ്ദേശിക്കുന്നത്?
A person other than firm or a company. Company a firm ആണെങ്കിൽ കുറച്ച് എമൗണ്ട് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, അവർ ട്രേഡിംഗ് ഒക്കെ നടത്തുന്നല്ലേ. പക്ഷെ a person other than firm or company who is not required to furnish a return as per aforesaid provision. അപ്പോൾ മുകളിലത്തെ ഒരു ഇത് പ്രകാരം ആൾക്ക് ബേസിക് എക്സാമ്പിൾ ലിമിറ്റ് ഒന്നും ഇൻകം കിടക്കണില്ല എങ്കിൽ കൂടി തന്നെ ആൾ കമ്പൽസറി ആയിട്ട് ഫയൽ ചെയ്യണം. ഇങ്ങനെയാണെങ്കിൽ ഹാഡ് ഡെപ്പോസിറ്റഡ് ആൻ ആഗ്രേറ്റ് എമൗണ്ട് ഓഫ് എക്സീഡിംഗ് 1 crore, 1 കോടി രൂപയ്ക്ക് മേളില് ആൾ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ വിത്ത് ബാങ്കിങ് കമ്പനി, കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പൊ ആള് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം, കോപ്പറേറ്റീവ് ബാങ്കിലോ അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനിയിലോ 1 കോടിയേക്കാട്ടും മേലെ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ആൾ എന്തായാലും റിട്ടേൺ ഫയൽ ചെയ്യണം. എവിടെ നിന്നാണ് പൈസ എന്ന് അറിയണ്ടേ. ആസ് ഇൻകേർഡ് എക്സ്പെൻഡിച്ചർ 2 ലക്ഷത്തിന് മേലെ പോവുകയാണെങ്കിൽ 2 exceeding 2 lakh. അപ്പോൾ 2 ലക്ഷത്തിന് മേലെ എക്സ്പെൻസ് ഉണ്ടാവണമെങ്കിൽ ആൾക്ക് എന്ത് വേണം, ഈ പറഞ്ഞ പോലെ 2 ലക്ഷത്തിന് മേലെ ഇൻകം ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് 250 മേലെ ഇൻകം ഇല്ലാച്ചിട്ട് ഇങ്ങനെ 2 ലക്ഷം എക്സീഡ് ചെയ്യുകയാണെങ്കിൽ എമൗണ്ട് ഫോർ ട്രാവൽ ടു ഫോറിൻ കൺട്രിയിലേക്ക് പോകാനായിട്ട്. അപ്പൊ തീരെ ആൾക്ക് വരുമാനം ഇല്ലാതെ ഫോറിൻ കൺട്രിയിലേക്ക് ഒന്നും ആളെ യാത്ര ചെയ്യില്ല 2 ലക്ഷമൊക്കെ മുടക്കിയിട്ട്. അപ്പൊ അതുകൊണ്ട് ആള് റിട്ടേൺ ഫയൽ ചെയ്യണം, ആളുടെ ഇൻകം ഒക്കെ എവിടുന്നാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഫോറിൻ കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങേരിക്കോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ ആളുടെ ഭാഗത്ത് നിന്ന് ചിലവാക്കുകയാണെങ്കിൽ ഡെപ്പോസിറ്റ് 1 കോടി, മറ്റേത് 2 ലക്ഷം. rupees 1 lakh towards consumption of electricity. Electricity ഒക്കെ 1 ലക്ഷത്തിന് മേലെ ബില്ല് വരാണെങ്കിൽ ആൾ എന്തായാലും ഫയൽ ചെയ്യണം. ഫുൾഫിൽ സച്ച് അതർ കണ്ടീഷൻ ആസ് മേ ബി. ഓരോ സമയത്തും എല്ലാ പുതിയ കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ ആ കണ്ടീഷനിൽ പെടുന്ന ആൾക്കാരും മാൻഡേറ്റ് ആയിട്ട് ഫയൽ ചെയ്തിരിക്കും. ഒരു കുഞ്ഞൊരു ഇലിസ്ട്രേഷൻ. വെദർ ദ ഫോളോയിങ് ഈസ് കമ്പൽസറി റിക്വയർഡ് ടു ഫയൽ റിട്ടേൺ ഓഫ് ഇൻകം. മിസ്റ്റർ എക്സ് ആണ്, ഇൻഡിവിജ്വൽ ആണ്, 5 ലക്ഷം. യെസ്, 2,50,000 ലിമിറ്റ് ആൾ എന്തായാലും ഫയൽ ചെയ്തിരിക്കണം. മിസ്റ്റർ വൈ 30,000 ഉള്ളൂ, ഇൻഡിവിജ്വൽ ആണ്, 30,000, 250 താഴെയാണ്, ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. എ ലിമിറ്റഡ് കമ്പനിയാണ്, ലോസ് ആയാലും എന്തായാലും ഇൻകം റെസ്പെക്ട് ഓഫ് ദ ഇൻകം ആണ്, അപ്പോൾ എന്ത് ചെയ്യാൻ ഫയൽ ചെയ്തിരിക്കണം. ബി ലിമിറ്റഡ് കമ്പനിയാണ്, ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും എന്തായാലും ആൾ ഫയൽ ചെയ്തിരിക്കണം. യെസ്, റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ. റിട്ടേൺ ഫയൽഡ് ടു എംപ്ലോയർ ബൈ സാലറിഡ് എംപ്ലോയി, ബൾക്ക് ഫയലിംഗ് ഓഫ് റിട്ടേൺ ബൈ സാലറിഡ് എംപ്ലോയി. ഓക്കെ. അപ്പൊ അതായത് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും കൂടെ ബൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരു സെക്ഷൻ ആണ് പറയുന്നത്. ഓരോരുത്തരും ഇൻഡിവിജ്വലി ഫയൽ ചെയ്യാതെ എല്ലാവരുടെയും കൂടെ എന്ത് ചെയ്യുന്നു, റിട്ടേൺ ബൾക്ക് റിട്ടേൺ ആയിട്ട് ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇൻഡിവിജ്വലി ഫയൽ ചെയ്യണമെന്നില്ല. പക്ഷെ അതില് കുറച്ച് എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഈ ഒരു സ്ഥലത്ത് തന്നെ ഒരാൾ ജോലി ചെയ്യുന്നു, വേറെ സ്ഥലത്ത് മറ്റേ ടൈം ജോലി ചെയ്യുന്നപ്പോൾ മോർ ദാൻ 1 എംപ്ലോയറുടെ കീഴിലൊക്കെ അറ്റ് എ ടൈം ജോലി ചെയ്യുകയാണെങ്കിൽ അങ്ങേർക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ബൾക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എല്ലാവരുടെ കൂടെ ഒരുമിച്ച് ഒറ്റത്തില് ഫയൽ ചെയ്യാൻ പറ്റും. നമ്മുടെ എംപ്ലോയറുടെ ഒരു ഐഡിയുടെ കീഴിലൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതൊക്കെ ആരൊക്കെയാണ്? റിട്ടേൺ ഫയൽ ഇൻ കമ്പ്യൂട്ടർ റീഡബിൾ മീഡിയ, അതായത് CD, ഫ്ലോപ്പി, ഇതിലൊക്കെ നമുക്ക് റിട്ടേണിന്റെ ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാം. അതാണ് റിട്ടേൺ ഫയൽ ഇൻ കമ്പ്യൂട്ടർ റീഡബിൾ മീഡിയ. അതായത് ഇൻക്ലൂഡിങ് എ ഫ്ലോപ്പി, ഡിസ്കറ്റ്, മാഗ്നറ്റിക് കാർട്രിഡ്ജ് ടൈപ്പ്, CD-ROM, അതിലൊക്കെ ഫോർമാറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാം. ഓപ്ഷനാണ്, ഇത് വേണമെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ മോഡിലൂടെ ചെയ്യാം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. സ്കീം ഫോർ സബ്മിഷൻ ഓഫ് റിട്ടേൺ ത്രൂ ടാക്സ് റിട്ടേൺ പ്രിപ്പയേഴ്സ്. അപ്പൊ ടാക്സ് റിട്ടേൺ പ്രിപ്പയേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവരിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാം. നമ്മൾ സെൽഫായിട്ട് ഫയൽ ചെയ്യാതെ ടാക്സ് റിട്ടേൺ പ്രിപ്പയേഴ്സിലൂടെ നമുക്ക് ഫയൽ ചെയ്യാം. ഇത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെ പോലത്തുള്ള ഒരാൾക്കാരാണ്. ചാർട്ടേഡ് അക്കൗണ്ട്സിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സ് റിട്ടേൺ പ്രിപ്പയേഴ്സ് ആവാൻ പറ്റില്ല. അതിനായിട്ടുള്ള ക്വാളിഫിക്കേഷനും ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ CMA CSന്റെ ഇന്റർമീഡിയറ്റ് ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്കൊക്കെ TRP ആയിട്ട് വർക്ക് ചെയ്യാവുന്ന കേസുള്ളൂ. അതിന്റെ എക്സാം കാര്യങ്ങളൊക്കെ പാസ് ആയാൽ മതി. അപ്പൊ TRP ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ റിട്ടേൺ എന്ത് ചെയ്യാം, അവർ ത്രൂ നമുക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ. person not eligible to become a TRP, tax return preparers ആവാൻ പറ്റില്ല. ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ലീഗൽ പ്രാക്ടീഷണർ, any officer of scheduled bank cannot be the TRP. അപ്പൊ TRP എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി, ആ തേർഡ് പാർട്ടിയിലൂടെ നമ്മുടെ റിട്ടേൺ വേണമെങ്കിൽ ഫയൽ ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് TRP എന്ന് പറയുന്നത് ഒരു റെക്കഗ്നൈസ്ഡ് ഡിഗ്രിയാണ് പറയുന്നത്. ഡിഗ്രി അല്ലെങ്കിൽ പാസ് ചെയ്ത ഇന്റർമീഡിയറ്റ് ലെവൽ ഓഫ് എക്സാമിനേഷൻ കണ്ടുപോയത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ററൊക്കെ പാസ് കഴിഞ്ഞാൽ TRP ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഫോം റിട്ടേൺ ഓഫ് ഇൻകം. അപ്പോൾ ഓരോ ITR, ഇൻകം ടാക്സ് റിട്ടേൺ, ITR എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേൺ ആണ്. അതിന്റെ ഓരോ ഫോർമാറ്റ് ആണ്. അപ്പൊ ഏത് ഫോർമാറ്റുകൾ ആരൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ITR 1 ആരാണ്? സഹജ് എന്നാണ് അതിന്റെ പേര്. ITR 1 അത് ആരൊക്കെ ഉപയോഗിക്കണം? For individual having income from salary എന്നുള്ള income, one house property, house property does not have any brought forward losses. House property എന്നുള്ള ലോസും കാര്യമൊന്നുമില്ല. Other sources but except winning from lottery, income from all sources and having total income up to 50 lakh. അപ്പൊ 50 ലക്ഷം വരെ ഉള്ളൂ
ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ഇൻകം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. However, this form is not to be used for individual who is either director in a company. കമ്പനിയിൽ ഡയറക്ടറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല. Or has invested unlisted equity shares or has any brought forward carry forward loss under the head income from house property. House property loss ഒന്നും പറ്റില്ല. Or has to furnish under 7th portfolio section 131 of the Income Tax Act. അപ്പൊ ITR 1 50 ലക്ഷം വരെയുള്ള ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ ടോട്ടൽ ഇൻകം. ഇൻഡിവിജ്വലി സാലറി, വൺ ഹൗസ് പ്രോപ്പർട്ടി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. അതർ സോഴ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ വിന്നിംഗ് ഫ്രം ഹോഴ്സ് റേസസ്, ലോട്ടറി ടിക്കറ്റ്, ഈ പറഞ്ഞിട്ടുള്ള ക്യാഷ് ലിങ്ക് ഒന്നും ചെയ്യാനായിട്ട് പാടില്ല ITR 1 യൂസ് ചെയ്യുന്ന ആൾക്കാർ. ITR 2 for individual achieved not carrying out business or profession under any proprietorship. Okay, for individuals and achieved not carrying out business or profession under any proprietorship. Business or കാര്യങ്ങളില്ലാത്ത ഇൻഡിവിജ്വൽ അച്ചീവബിളാണ് ITR 2 പറഞ്ഞത്. ITR 3 for individual and achieved having income from a property of business or profession. Proprietary business or profession ഉള്ളത് ITR 3 ആണ്. ITR 4 for presumptive income, business or profession. സുഖം. ITR 4 എന്ന് പറയുന്നത് presumptive taxation 44 AD ആണ്. ITR 5 for person other than individual achieve a company, person filing ITR 7. Okay. അപ്പോൾ ഇൻഡിവിജ്വലി പറ്റില്ല, അച്ചീവ് പറ്റില്ല, കമ്പനി പറ്റില്ല, ബാക്കിയുള്ള അതർ പാർട്ടീസ്. ITR 6 ഫോർ കമ്പനീസ് അതർ ദാൻ കമ്പനീസ് ക്ലെയിമിംഗ് എക്സംപ്ഷൻ അണ്ടർ സെക്ഷൻ 11 പ്രകാരം എക്സംപ്ഷൻ ചെയ്യുന്ന പാർട്ടി അല്ലാതെ വേറെ കമ്പനീസ്. ITR 7 ഫോർ പേഴ്സൺ ഇൻക്ലൂഡിംഗ് കമ്പനീസ് റിക്വയർഡ് ടു ഫർണിഷ് അണ്ടർ സെക്ഷൻ 139(4)(a), 139(4)(b), 139(4)(c), 139(4)(d. നമ്മൾ നേരത്തെ കുറെ സെക്ഷൻസ് പഠിച്ചു. അവരുള്ള ആൾക്കാരൊക്കെ ITR 7 ആണ് ചെയ്യേണ്ടത്. ITR 5 ഇൻകം ടാക്സ് റിട്ടേൺ വെരിഫിക്കേഷൻ ഫോം where the data of the aforesaid return of income has been transmitted without a digital signature. അപ്പൊ ITR 5 എന്ന് പറയുന്നത് ITR B 5 അല്ല, സോറി, ITR B എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ വെരിഫിക്കേഷൻ ഫോം. അതായത് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അക്നോളജ്മെന്റ് കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. മോഡ് ഓഫ് ഫർണിഷിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ. പേപ്പർ റിട്ടേൺ നമുക്ക് എഴുതി ഉണ്ടാക്കാം. Electronic with the digital signature, transmitting the data in the return electronically and thereafter submitting the verification of the return form ITR B. Transmitting the data electronically in the return and electronic verification code. Mode of എങ്ങനെയൊക്കെ ചെയ്യാം? പേപ്പർ റിട്ടേൺ, ഇലക്ട്രോണിക് ITR B ചെയ്യാം. ട്രാൻസ്മിറ്റ് the data electronically in the return under electronic verification code. ഈ തരത്തിലൊക്കെ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ എങ്ങനെയൊക്കെ മോഡ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. 4 തരത്തിലുള്ള മോഡുകളാണ്. ഇതൊക്കെ ചോദിക്കാം കേട്ടോ. കമ്പൽസറി റിട്ടേൺ. കമ്പനി ഇലക്ട്രോണിക്കലി ഡിജിറ്റലി സിഗ്നേച്ചർ. അപ്പൊ കമ്പനിക്ക് എന്ത് വേണം? ഇലക്ട്രോണിക്കലി വിത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ. പൊളിറ്റിക്കൽ പാർട്ടി ഇലക്ട്രോണിക്കലി ആണ് കമ്പനി റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് വിത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഫേം ഓർ LLP ഓർ ഇൻഡിവിജ്വൽ അച്ചീഫ് ഓഡിറ്റ് അണ്ടർ സെക്ഷൻ 44B. അപ്പൊ ഇൻഡിവിജ്വൽ അച്ചീഫ് ഒക്കെ ഓഡിറ്റ് ചെയ്യണമെങ്കിൽ മാത്രം ഇലക്ട്രോണിക്കലി വിത്ത് ഡിജിറ്റൽ സൈൻ ചെയ്താൽ മതി. ഇൻഡിവിജ്വൽ അച്ചീഫ് ടോട്ടൽ ഇൻകം അസസബിൾ during the previous year of accounts, being an individual of the age 80 years or more any time during the previous year, whose income does not exceed 5 lakh and no refund is claimed to the return, and who furnished the return in form number ITR 1 or form number ITR 4, any of the given mode. ഏത് മോഡ് വേണമെങ്കിൽ ചെയ്യാം. ഇലക്ട്രോണിക്കലി ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ആരൊക്കെയാണ്? ഇൻഡിവിജ്വൽ അച്ചീഫും ആളുടെ ടോട്ടൽ ഇൻകം അസസബിൾ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഓഫ് എ പേഴ്സൺ. ഇൻഡിവിജ്വല് 80 വർഷം അല്ല 80 വയസ്സ് അല്ലെങ്കിൽ മോഡലുള്ള ആൾക്കാർ അവർക്ക് ആണെങ്കിൽ കുഴപ്പമില്ല. ഇൻഡിവിജ്വൽ അച്ചീഫ് ഏത് മോഡ് വേണമെങ്കിൽ ചെയ്യാം. whose income does not exceed 5 lakh but no refund is claimed. 5 ലക്ഷത്തിന് താഴെയാണ്, റീഫണ്ട് ഒന്നും ക്ലെയിം ചെയ്തിട്ടില്ല. And who furnished the return in form ITR 1 or form number ITR 4. ITR 4 ഉം ITR 1 ആണ് ചെയ്യുന്നതെങ്കിൽ ആൾക്ക് എനി ഫോം ചെയ്യാം. ഇലക്ട്രോണിക് തന്നെ ചെയ്യണമെന്നില്ല. എനി അതർ പേഴ്സൺ എനി മോഡ് അതർ ദാൻ പേപ്പർ മോഡ്. പേപ്പർ മോഡ് അല്ലാതെ വേറെ ഏത് രീതി വേണമെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം. നേരത്തെ മോഡുകൾ പറഞ്ഞിട്ടില്ലേ, ഈ മോഡിൽ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പേപ്പർ റിട്ടേൺ ആയിരിക്കും കേട്ടോ. എനി ഓഫ് ദ മോഡ് ഗിവൺ. And resident individual other than not total resident or a resident achieve other than not total resident must file the return of income electronically with or without digital signature. Resident ആയിട്ടുള്ള individual other than not ordinary resident. Okay, അപ്പോൾ resident ordinary resident ആയിട്ടുള്ള parties or a resident achieve other than not total resident must file the return of income electronically with or without if he or it has asset including financial interest in entity located outside India. Outside India, there are certain financial interest in signing authority in any account located outside India. Signing authority ആണെങ്കിൽ ആള് മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്തിരിക്കണം പറയുന്നത്. ഓക്കെ, ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്യണം. Further, any person who has claimed any relief under section 90, 90 and 91 required to file return electronically. അപ്പോൾ relief 90, 90, 91 ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്തിരിക്കണം. Form ITR 1 cannot be used by a person who is an ordinary resident and has form ITR 1 cannot be used by a person. ITR 1 form use ചെയ്യാൻ പാടില്ല. താഴെ പറയുന്ന ആൾക്കാർ ordinary resident, asset including financial interest in located in India, signing authority, income from any source outside India.
has claimed relief under section 90, 90, 90, 91 has a gross income exceeding 5,000. ഇവർക്ക് ITR1 ഉപയോഗിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ITR1 ആരാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. Has total income exceeding 50 lakh, has income taxable under section 115 BPDA, has income in the natural effort in section 150 BPE, is either director in a company has in its unrestricted shares for brought forward any carry forward losses under that income property. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആർക്കൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പൊ ഈ ഇന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞു മാത്രം. ITR4 ചെയ്യാൻ പറ്റാത്ത പാർട്ടീസ് ഇതൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. Whereas റിക്കറ്റ് ഫണ്ട് റിപ്പോർട്ട് ഓഡിറ്റ് ആൻഡ് 1023C ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് 10A furnished electronically. Apart from the said report, the return shall paperless. Time limit for return of income. മുമ്പ് പറഞ്ഞിട്ടുള്ളത് ആർക്കൊക്കെ പറ്റും പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ജസ്റ്റ് വായിച്ചു നോക്കാന്ന് മാത്രം. അല്ലാതെ നമുക്ക് വേറെ ഒന്നും അതിനെ കുറിച്ച് പറയാനില്ല. ഇത്ര കണ്ടീഷൻസിലൊക്കെയാണ് ITR1 ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ITR4 ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർ എന്നുള്ള ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അത്ര ടൈം ലിമിറ്റ് ഫോർ ഫയലിംഗ് റിട്ടേൺ ഓഫ് ഇൻകം എക്സ്പ്ലനേഷൻ ടു സെക്ഷൻ 139. ടൈം ലിമിറ്റ്. Where the assessee is required to furnish report in form 3CB under section 92 pertaining to international transaction. അപ്പോൾ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ട്, അതിന്റെ റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് 30th നവംബറിനുള്ളിൽ, അതായത് അസസ്മെന്റ് ഇയറിൽ 30th നവംബറിനുള്ളിൽ എന്ത് ചെയ്താൽ മതി, റിട്ടേൺ ഫയൽ ചെയ്യാൻ മതി. അപ്പോൾ അസസി ഈസ് എ കമ്പനി നോട്ട് ഹാവിംഗ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ, കമ്പനി ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ 31st October. Any other assessee ആണെങ്കിൽ where the accounts of the assessee required to be audited. ഓഡിറ്റ് ഉണ്ടെങ്കിൽ 31st October. ഓഡിറ്റ് ഉണ്ട്, ഇന്റർനാഷണൽ ടാക്സേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, 30th November. അതും കഴിഞ്ഞു. ഇനി ഫേം ഒക്കെയാണ് ഒരു പാർട്ണർ, ഫേമിന്റെ പാർട്ണറാണ്, പക്ഷെ ഫേം ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഫേം ഓഡിറ്റ് ചെയ്തതിനു ശേഷമാണ് ആളുടെ ഇൻകം മേളൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫേമിലത്തെ ഒരു പാർട്ണറാണ്. ആ ഫേം ടാക്സ് ഓഡിറ്റബിൾ ലൈബിൾ ആണെങ്കിൽ ആളെ ചെയ്യേണ്ടതായിട്ട് വരും 31st October ഫയൽ ചെയ്താൽ മതി. അതർ കേസിന് 31st July. അപ്പൊ ഇൻഡിവിജ്വൽ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 31st July, ഓഡിറ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ, ഓഡിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 31st October. അതാണ് കോമൺ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ 31st July 31st October റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. 30th November പറയുന്നുണ്ട്, അത് ആരാണ്, ഇന്റർനാഷണൽ ടാക്സേഷൻ ആയിട്ടുള്ള കമ്പനീസിന്റെ കേസിലേക്കാണ് കേട്ടോ. ഫോം 3CB അണ്ടർ സെക്ഷൻ 92E ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ, ആം ലെങ്ത് പ്രൈസ് ട്രാൻസാക്ഷൻ ഒക്കെ വരുന്ന കണ്ടീഷൻസ് ഉള്ള ആൾക്കാർക്ക്. ഫീ ഫോർ ഡിഫോൾട്ട് ഇൻ ഫർണിഷിംഗ് റിട്ടേൺ. ഈ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ അതിന് എന്തുണ്ട്, ഡിഫോൾട്ട് ഫീസ് ഉണ്ട്. എത്രയൊക്കെയാണ്, വേർ ദ പേഴ്സൺ റിക്വയർഡ് ടു ഫർണിഷ് റിട്ടേൺ ഓഫ് അണ്ടർ സെക്ഷൻ 139. അപ്പോൾ റിട്ടേണിന്റെ സെക്ഷൻ പറയുന്നത് അണ്ടർ സെക്ഷൻ 139 ആണ്. അത് ഫയൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫീസും കാര്യങ്ങളൊക്കെ, ലേറ്റ് ഫീ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 5 lakh, 5 ലക്ഷത്തിലെങ്കിൽ 1000 രൂപ ഫീസ് വരും. ടോട്ടൽ ഇൻകം എക്സീഡ് 5 lakh, നമുക്ക് എന്ത് പറയാണ്, 5 ലക്ഷത്തിലും എക്സീഡ് ചെയ്യുകയാണെങ്കിൽ ഇഫ് ദ റിട്ടേൺ ഫർണിഷ്ഡ് ഓണർ ബിഫോർ 31st December ഓഫ് ദ അസസ്മെന്റ് ഇയർ, അസസ്മെന്റ് ഇയർ 31st December ചെയ്യുകയാണെങ്കിൽ 5000 രൂപ. ഇനി 31st December കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ 10000 രൂപ. അപ്പൊ 5 ലക്ഷത്തിന്റെ മുകളിലേക്ക് പോകണില്ലെങ്കിൽ 1000 രൂപ, ഒരു 1000 രൂപ അടച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു, റിട്ടേൺ ഡിഫോൾട്ട് ആയി കഴിഞ്ഞാൽ. ഇനി ടോട്ടൽ ഇൻകം എക്സീഡ് 5 lakh, 5 lakhന് എക്സീഡ് ചെയ്തിട്ട് നമ്മൾ 31st December ഫയൽ റിട്ടേൺ ഫർണിഷ്ഡ് ഓണർ ബിഫോർ 31st December, അതായത് നമ്മുടെ ഡേറ്റ് കഴിഞ്ഞിട്ട് 31st December ഫയൽ ചെയ്യുകയാണെങ്കിൽ 5000, അല്ലാത്ത കേസിന് 10000 രൂപ ഫീ വരും. When the return or loss should be filed. Return of loss should be filed. അതായത് നമ്മുടെ നോർമലി പറയാൻ വെച്ചാൽ നമുക്ക് ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷം എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും അല്ലെ. പക്ഷെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കുക, റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ നോർമലി എന്ത് ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞത്, ലോസ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ചില എക്സംഷൻസ് ഉണ്ട്. അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ, ഹൗസ് പ്രോപ്പർട്ടി ലോസ് കാര്യങ്ങളൊക്കെ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നോർമലി എന്താ പറഞ്ഞു വെച്ചാൽ ലോസ് റിട്ടേൺ ആണെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്യാം. കാരണം റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കൊല്ലത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഈ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഹൗസ് പ്രോപ്പർട്ടി ലോസ്, അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിലും നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയാം. An assessee other than fee is not compulsory required to furnish return of loss. However, the following loss cannot be carried forward if the return of loss is not submitted. Business loss carry forward ചെയ്യാൻ പറ്റില്ല, speculative capital loss carry forward ചെയ്യാൻ പറ്റില്ല, loss from the activity of owning and maintaining resources carry forward ചെയ്യാൻ പറ്റില്ല, loss from business specified under section 35AD. അപ്പോൾ 35AD ബിസിനസ് സ്പെസിഫിക് പർപ്പസിനുള്ള ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. ക്യാപിറ്റൽ ലോസ്, ലോസ് ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റിസോഴ്സസ്, ബിസിനസ് ലോസസ്, ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പെക്യുലേറ്റീവ് ഓർ സ്പെക്യുലേറ്റീവ് ഓർ അതർവൈസ് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കോമൺ ആയിട്ട് ഇത്രേ ഉള്ളൂ, ലോസ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ, ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഒക്കെ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്.
Loss declared in belated return cannot be carried forward. അപ്പോൾ റിട്ടേൺ കറക്റ്റ് ആയിട്ട് ഡേറ്റിൽ ഫയൽ ചെയ്തിട്ടില്ല, ബിലേറ്റഡ് റിട്ടേൺ ആണെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഹോവർ സെറ്റ് ഓഫ് ലോസസ് ഓഫ് കറന്റ് ഇയർ ഈസ് നോട്ട് ബി പ്രോഹിബിറ്റഡ് വൈൽ കമ്പ്യൂട്ടിംഗ് ദ ടോട്ടൽ ഇൻകം. അപ്പൊ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്തിട്ട് കറന്റ് ഇയർ ലോസ് ആണെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം, ഈവൻ ഇഫ് ദ റിട്ടേൺ ഓഫ് ലോസ് ഈസ് ഫൈൽഡ് ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ്. അപ്പൊ കറന്റ് ഇയർ ചെയ്യാൻ പറ്റും, പ്രീവിയസ് ഇയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ വർഷത്തെ റിട്ടേൺ നമ്മൾ ലേറ്റ് ആയിട്ടാണ് ഫയൽ ചെയ്തതെങ്കിൽ ഈ വർഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലോസ്, അത് നമുക്ക് ടോട്ടൽ ഇൻകം കാണാനായിട്ട് സെറ്റപ്പ് ചെയ്യാം. കഴിഞ്ഞ വർഷത്തെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോ ഡിക്ലെയർഡ് ഇൻ ബിലേറ്റഡ് റിട്ടേൺ കനോട്ട് ബി ക്യാരി ഫോർവേഡ്. അല്ലോ, ബിലേറ്റഡ് റിട്ടേൺ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തത്, അതിൽ ലോസ് ആണെങ്കിൽ അടുത്ത വർഷം ആ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. എന്താണ് അപ്പൊ ബിലേറ്റഡ് റിട്ടേൺ ഡേറ്റ് കഴിഞ്ഞിട്ട് ചെയ്യുന്നത്? Okay, if an assessee fails to file return within the time limit allowed under section 139 or within the time allowed under notice issued under section 141, he can file a belated return. അപ്പോ 139(1) കുറെ ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, 30th November, 31st October, 31st July എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനുള്ളിൽ ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഫയൽ ചെയ്തിട്ടില്ല, നമുക്ക് ഒരു നോട്ടീസ് വന്നു ഇതിനുള്ളിൽ നിങ്ങളുടെ അടുത്ത് ഫയൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഡേറ്റിലും ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ അതിന് ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയും. അത് ലേറ്റ് ആയിട്ട് റിട്ടേൺ ഫയൽ. ടൈം ലിമിറ്റ് അസസി മേ ഫയൽ സച്ച് റിട്ടേൺ, അതായത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ അതുവരെ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുന്ന പറയുന്നത് ബിഫോർ ദ എൻഡ് ഓഫ് ദ റെലവന്റ് അസസ്മെന്റ് ഇയർ. അതായത് 2021 പ്രീവിയസ് ഇയർ നമ്മൾ എന്നാ ടാക്സ് അടയ്ക്കുക, റിട്ടേൺ ഫയൽ ചെയ്യുക 21-22. അപ്പൊ 21-22 എന്ന് പറയുന്ന വർഷം അവസാനിക്കണത് 31st March 2022 അല്ലെങ്കിൽ നമ്മൾ ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് അസസ്മെന്റ്, അതായത് നമ്മുടെ ഇൻകത്തിന് അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വർഷം ചെയ്യാൻ പറ്റില്ല. അപ്പൊ കംപ്ലീഷൻ ഓഫ് അസസ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ, നമ്മുടെ അസസ്മെന്റ് ഇയർ എൻഡ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് വരെ ഏതാണോ ആദ്യം ഉണ്ടാവുന്നത് അതുവരെ നമുക്ക് റിട്ടേൺ ലേറ്റ് ആയിട്ട് ഫയൽ ചെയ്യാന്ന് പറയും. അപ്പൊ അസസ്മെന്റ് അവസാനിപ്പിക്കുന്ന ദിവസമോ അല്ലെങ്കിൽ നമ്മുടെ അസസ്മെന്റ് ഇയർ അവസാനിക്കുന്ന ദിവസമോ ഏതാണോ ആദ്യം വരുന്നത് അതാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഫോർ റിട്ടേൺ ഫയൽ ചെയ്യാൻ വരുന്നത്. ഓക്കെ, whichever is earlier. However, if an assessee files belated return, he would be liable to fee 234 and interest 234A. അപ്പൊ റിട്ടേൺ ബിലേറ്റഡ് ആണെങ്കിൽ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഇനി രജിസ്ട്രേഷൻ 2 പറയുന്നത് സ്റ്റേറ്റ് ദ ടൈം അലൗഡ് അണ്ടർ സെക്ഷൻ 139 ഫോർ അതായത് ബിലേറ്റഡ് റിട്ടേൺ ടു സബ്മിറ്റ് ബിലേറ്റഡ് റിട്ടേൺ ഫോർ ദ പ്രീവിയസ് ഇയർ 2021-22. അപ്പൊ പ്രീവിയസ് ഇയർ 2021-22, അപ്പൊ അസസ്മെന്റ് ഇയർ എന്നായിരിക്കും 2021-22. അപ്പൊ നമുക്ക് മാക്സിമം എന്താ ചെയ്യാൻ പറ്റും 31st March 2022. അപ്പൊ നോ അസസ്മെന്റ് ഈസ് മെയ്ഡ്, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് 31st March 2022 വരെ ചെയ്യാം. അസസി ഫെയിൽ ടു റെസ്പോണ്ട് നോട്ടീസ് അണ്ടർ സെക്ഷൻ 142(1) സെർവ്ഡ് ഓൺ 5/11/2000. ടൈം അലൗഡ് ഇൻ സച്ച് നോട്ടീസ് ടു സബ്മിറ്റ് റിട്ടേൺ ബട്ട് നോ അസസ്മെന്റ് ഈസ് മെയ്ഡ്. അപ്പൊ ഇതിലും തന്നെയാണ് 31st March 2022. 21 ആണ് നമ്മൾ ചെയ്തത് 31st March 2022. ഇനി അസസി ഫെയിൽ ടു റെസ്പോണ്ട് നോട്ടീസ് സെർവ്ഡ് 5 ടൈം അലൗഡ് ഇൻ സച്ച് നോട്ടീസ് സബ്മിറ്റ് ചെയ്തത് അസസ്മെന്റ് മെയ്ഡ് 7/3/2020. അപ്പൊ 31/3 മുമ്പ് അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ എന്നാ ഡേറ്റ് നമുക്ക് 7/3/22 വരെയാണ് ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് പറയുന്നത് സെർവ്ഡ് ഇതൊക്കെ ചെയ്യുന്ന ടൈം ടു സബ്മിറ്റ് അസസ്മെന്റ് മെയ്ഡ് കംപ്ലീറ്റ് 7/3/22. 31st March വരെ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അതിനു മുമ്പ് അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ എന്താണ് 7/3/22 ആണ് വരെ നമുക്ക് ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. റിട്ടേൺ ഓഫ് ഇൻകം ഓഫ് ചാരിറ്റബിൾ ട്രസ്റ്റ്, അത് ജസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ റിട്ടേൺ ഫയൽ ചെയ്യണം. നമ്മൾ മുകളിൽ ഫോം സെക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്ഷൻ 139(4)A. Every person who is in receipt of income from property held under a trust or other legal obligation who partly or wholly or partially for charitable or religious purpose. അപ്പൊ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അവര് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ബേസിൽ 139 സബ്സെക്ഷൻ 4A റിട്ടേൺ ഫയൽ ചെയ്യണം. ഇൻകം ബൈ ഓഫ് വോളണ്ടറി കോൺട്രിബ്യൂഷൻ ഓൺ ബിഹാഫ് ഓഫ് സച്ച് ട്രസ്റ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ, വോളണ്ടറി കോൺട്രിബ്യൂഷൻ കിട്ടുന്നതാണ്. അവരെന്ത് ചെയ്യണം, ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ റിട്ടേൺ ഫയൽ ചെയ്യണം അണ്ടർ സെക്ഷൻ 139(4)A. അപ്പൊ പെനാൽറ്റി ഒക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ 100 per day ഡ്യൂറിംഗ് ദ വിച്ച് സച്ച് ഫെയിലിയർ കണ്ടിന്യൂ. 100 രൂപ വെച്ചിട്ട് ഓരോ ദിവസം പെർ ഡേ ആണ് കേട്ടോ. അപ്പൊ 2 ദിവസമായി 200 അങ്ങനെ പെനാൽറ്റി വരും. റിട്ടേൺ ഓഫ് ഇൻകം ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി, പൊളിറ്റിക്കൽ പാർട്ടി റിട്ടേൺ ഫയൽ ചെയ്യണം. ഇതിന്റെ ജസ്റ്റ് സെക്ഷൻ നോക്കിയാൽ മതി, അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് ഇത് വരുന്നതല്ല. റിട്ടേൺ ഓഫ് ഇൻകം ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി 139(4)B. അപ്പൊ ഏതാണ് റിട്ടേണിന്റെ സെക്ഷൻ ഒക്കെ ചോദിക്കുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടി മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഫയൽ ചെയ്യേണ്ടത്. വെദർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈസ് നോൺ ആസ് സെക്രട്ടറി ഓർ ബൈ എനി അതർ ഡെസിഗ്നേഷൻ of any political party is required to furnish a return of income of such political party. Amount of gross total income before allowing exemption under section 39. Political party exemption ആണ് 39. Exceeding the maximum amount not chargeable to tax. അതായത് 2,50,000.
റിട്ടേൺ ഓഫ് ഇൻകം സയന്റിഫിക് റിസർച്ച് അസോസിയേഷൻ 139(4)C. അപ്പോൾ സയന്റിഫിക് റിസർച്ച് അസോസിയേഷൻ ചെയ്യുന്ന ആൾക്കാര് 139(4)C പ്രകാരം എന്ത് ചെയ്യണം? റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ആരൊക്കെയാണ്? ഇന്ന ആൾക്കാർ, എവരി ആൾക്കാരും ചെയ്യേണ്ടതായി. ഓക്കെ. Any return income by university, college 139(4)D, return of income of a business trust 139(4)E, return of income of investment fund section 139(4)F, revised return 139(5). Revised return എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു റിട്ടേൺ ഫയൽ ചെയ്തു, അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് റിവൈസ് ചെയ്യാന്ന് പറയാം. ഓക്കെ. ടൈം ലിമിറ്റ്. അസസി മേ ഫയൽ ദ റിവൈസ് റിട്ടേൺ ബിഫോർ ദ എൻഡ് ഓഫ് ദ റെലവന്റ് അസസ്മെന്റ് ഇയർ. അസസ്മെന്റ് ഇയർ കഴിയുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് റെഗുലർ അസസ്മെന്റ്. അസസ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ റിവൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. വിച്ച് നേരത്തെ പോലെ തന്നെ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യേ അല്ലെങ്കിൽ റെലവന്റ് അസസ്മെന്റ് ഇയർ NDA ഏതാണോ വിച്ച് എഴുതുന്നത് അത് വരെ നമുക്ക് റിവൈസ് ചെയ്ത് കളിക്കാം. റീപ്ലേസ്മെന്റ് ഓഫ് ഒറിജിനൽ റിട്ടേൺ, റിവിഷൻ ഓഫ് റിവൈസ് റിട്ടേൺ. റിവൈസ് റിട്ടേൺ ക്യാൻ അഗൈൻ ബി റിവൈസ്ഡ്. അതായത് നമ്മളൊരു റിട്ടേൺ കൊടുത്തു, അത് വേണമെങ്കിൽ റിവൈസ് ചെയ്യാം. പിന്നെ റിവൈസ് ചെയ്ത റിട്ടേൺ വീണ്ടും വേണമെങ്കിൽ റിവൈസ് ചെയ്യാം. ബിലേറ്റഡ് റിട്ടേൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവൈസ് ചെയ്യാൻ പറ്റും. റിവിഷൻ ഓഫ് ലോസ് റിട്ടേൺ ക്യാൻ ബി റിവൈസ്ഡ്. ഓക്കെ. അപ്പൊ റിവൈസ് റിട്ടേൺ 139(5) എത്ര തവണ വേണമെങ്കിൽ റിവൈസ് ചെയ്യാം. പക്ഷെ ടൈം ലിമിറ്റ് ഉണ്ട്. നമ്മൾ അസസ്മെന്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്ന മുമ്പ് ഏതാണോ ആദ്യം വരുന്ന ഡേറ്റ് അതിനുള്ളിൽ എത്ര തവണ വേണമെങ്കിലും നമുക്ക് റിവൈസ് ചെയ്യാം. ഡിഫക്റ്റീവ് റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തു 139, അതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഡിഫക്റ്റീവ് റിട്ടേൺ എന്നാണ് പറയാം. പിന്നെ റിട്ടേൺ ഈസ് ടേംഡ് ആസ് ഡിഫക്റ്റീവ്. റിട്ടേൺ ഓഫ് ഇൻകം ഈസ് സെഡ് ടു ബി ഡിഫക്റ്റീവ് വെയർ ഓൾ ദ ഫോളോയിങ് കണ്ടീഷൻ ആർ നോട്ട് ഫുൾഫിൽഡ്. ഈ പറയുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ അതിനെന്തെന്ന് പറയും? ഡിഫക്റ്റീവ് റിട്ടേൺ എന്ന് പറയും. റിട്ടേൺ ഈസ് ഫർണിഷ്ഡ് വിത്തൗട്ട് പേയിങ് സെൽഫ് അസസ്മെന്റ് ടാക്സ് അലോങ് വിത്ത് ഇൻട്രസ്റ്റ്. അതായത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തു, അതിൽ ടാക്സ് പേയബിൾ ആയിട്ടുണ്ട്, ആ ടാക്സും നമ്മൾ അടച്ചില്ല, അപ്പോൾ ഡിഫക്റ്റീവ് ആണ്. The annexed statement and column of the return of income have been duly filled in. Okay, have been duly filled in. അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ കോളം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്തിട്ടില്ല. The return in accumulated by the following document. The return എന്തൊക്കെ വേണം? Statement showing the computation of tax liability. എങ്ങനെയാണ് നിങ്ങൾ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചെന്നുള്ള സ്റ്റേറ്റ്മെന്റ് വേണം. ഓഡിറ്റ് ചെയ്യാനാണെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് വേണം. പ്രൂഫ് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് കളക്ടഡ് സോഴ്സ്. ഇപ്പൊ നമ്മുടെ TDS-നും TCS-നൊക്കെ പ്രൂഫ് കൊടുക്കണം. Where regular books of accounts are made by the SC, copies of manufacturing account, trading account, P&L account, or income expenditure account or anything. അപ്പൊ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന പാർട്ടി ആണെങ്കിൽ നമ്മൾ കൊടുക്കും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ കോപ്പി കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇൻ ദ കേസ് ഓഫ് പ്രൊപ്രൈറ്ററി ബിസിനസ് അക്കൗണ്ട്, ദ പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ദ പ്രൊപ്രൈറ്റർ, FIM, AOP or BOI, personal account of the partner or member of a firm, AOP, BOI, his personal account in the firm, association of the person, body of individual. Where regular book of the account are not paid by the SC. Regular book ചെയ്യണമെങ്കിൽ a statement creating the amount of turnover gross receipt. അപ്പോൾ റെഗുലർ ബുക്ക് ചെയ്യണമെങ്കിൽ ട്രേഡിംഗ് ചെയ്യാനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഓവറോൾ എത്രയാണ് ഗ്രോസ് റെസീറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്ന് നമ്മൾ കാണിക്കണം. The amount of sundry debtors, stock and cash balance at the end of the previous year. ബുക്സ് കീപ്പ് ചെയ്യണമെങ്കിലും ഒരു ഓവറോൾ അതിന്റെ അവസ്ഥ എന്താണെന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഫയൽ ചെയ്യണം. Where the accounts of the SC have been audited, copies of the audited P&L account and balance sheet and copy of the auditor's report വേണം. Cost audit report ഉണ്ടെങ്കിൽ cost audit liable ആയിട്ട് അടക്കണമെങ്കിൽ cost audit effect. Where the assessing officer considers that the return of income corrected by the taxpayer is defective, he may intimate the effect to the taxpayer and given opportunity of being rectified the effect. അപ്പോ അസസിംഗ് ഓഫീസർ പരിശോധിച്ചിട്ട് ഇത് ഡിഫക്റ്റീവ് ആണെങ്കിൽ ആളെ ഇന്റിമേറ്റ് ചെയ്യാം. അതായത് അസസിനെ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ആള് എന്താണ് പറയാനുള്ളത് വെച്ചാൽ ആൾ കേട്ടിട്ട് ആള് പറയാനുള്ളത് കേട്ടിട്ട് ആൾക്ക് ഈ പറയുന്ന തെറ്റുകൾ തിരുത്താനുള്ള ഒരു ഓപ്ഷൻ. Time limit for rectification. The assessee must rectify the error within 15 days from the date of intimation. അപ്പൊ അസസിംഗ് ഓഫീസർ ഇന്റിമേഷൻ കൊടുത്തില്ല, അതിനുള്ളിൽ 15 ദിവസത്തിനുള്ളിൽ ഇന്റിമേഷൻ ചെയ്ത ശേഷം അത് ചെയ്തിരിക്കണം. പിന്നെ വേണമെങ്കിൽ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുക്കാം വിത്ത് സച്ച് എക്സ്റ്റൻഡഡ് ടൈം ആസ് allowed by the assessing officer. Consequence when defect is not rectified. If defect is not rectified within the time limit, the assessing officer will treat the return as invalid return. അതായത് ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ചെയ്യാം. Currently, assessor required to furnish paperless return. No documents, proof or report other than some specified report audited furnished electronically is required to be attached with the return of income. Paper return ചുരുങ്ങിയ ഇൻഫോർമേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് ഫയൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. Verification of return verify ചെയ്യാം. Return of income is required to be verified. Individual ആണെങ്കിൽ in general individual ആൾ ചെയ്താൽ മതി. Whether individual consent is absent from India, ആളുടെ ഓതറൈസ് ചെയ്തിട്ടുള്ള ആള് വെരിഫൈ ചെയ്യുക, അതായത് ഒപ്പിടുന്നത് ആരാണെന്നുള്ളത്. റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആരാണ് അതിൽ ഒപ്പിടേണ്ടത്. Where the individual is meant to be incapacitated, guardian ചെയ്യണം. Whereby another person is not possible for individually verify the return, any person duly authorized by him. When a return is verified by any authorized person, in that case, the return should be accompanied with the power of attorney. HCF ആണെങ്കിൽ കർത്ത അല്ലെങ്കിൽ കർത്ത സ്ഥലത്തില്ലെങ്കിൽ ഓഡിറ്റ് അഡൽട്ട് മെമ്പർ. ഫേം ആണെങ്കിൽ ജനറൽ മാനേജിംഗ് പാർട്ണർ ആണ്. ഇഫ്
due to any reason, it is not possible for managing partner to verify whether there is a managing partner, any adult partner. Adult ആയിട്ടുള്ള മുതിർന്നായിട്ടുള്ള ഏത് പാർട്ട്ണർക്ക് വേണമെങ്കിലും ചെയ്യാം. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ജനറൽ ഡെസിഗ്നേറ്റഡ് പാർട്ടാണ്. ഇഫ് ഡ്യൂ ടു എനി അൺനോൺ റീസൺ എനി പാർട്ണർ ഓർ എനി അതർ പ്രിസ്ക്രൈബ്ഡ് പേഴ്സൺ. ലോക്കൽ അതോറിറ്റി പ്രിൻസിപ്പൽ ഓഫീസർ, ലോക്കൽ അതോറിറ്റിയുടെ പ്രിൻസിപ്പൽ ഓഫീസർ. പൊളിറ്റിക്കൽ പാർട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. കമ്പനി ജനറൽ മാനേജിംഗ് ഡയറക്ടർ. If due to any reason it is not possible for MD to verify or whether there is no MD link, any director or any other prescribed person. When an application for corporate insolvency resolution process has been admitted by adjudicating authority under insolvency and bankruptcy code, insolvency professional appointed by such adjudicating authority. About insolvency and bankruptcy code process insolvency and professional appointed by such adjudicating authority. അങ്ങനെ ഒരു അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആളാണ് ചെയ്യേണ്ടത് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. നോൺ റെസിഡന്റ് കമ്പനി ആണെങ്കിൽ a person holding valid power of attorney. കമ്പനി ഇൻ പ്രോസസ് ഓഫ് വൈൻഡിങ് അപ്പ്, ലിക്വിഡേറ്റർ. വൈൻഡിങ് അപ്പിന്റെ പ്രോസസ്സിൽ നിൽക്കുന്ന കമ്പനിയുടെ റിട്ടേൺ എന്ത് ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ളവരൊക്കെ പോയില്ലേ, ഇപ്പൊ ലിക്വിഡേറ്റർ ചെയ്യുന്നത്. Where the management of the company has been taken over by the central state government principal officer, any other association, any member of principal officer, any other person, such a person or another person competent to act on his behalf. ഇനി നമ്മുടെ പെർമനന്റ് അക്കൗണ്ട് നമ്പർ. പെർമനന്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പാൻ നമ്പർ. പാൻ നമ്പർ എന്ന് പറയുന്നത് ഒരു 10 ഡിജിറ്റ് ഉള്ള ആൽഫ ന്യൂമറിക് നമ്പർ ആണ്. ഇൻകം ടാക്സ് അതോറിറ്റി എന്ത് ചെയ്യാണ്, നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഒരാൾക്ക് ഒറ്റൊരു പാൻ കാർഡ് മാത്രമേ പാടുള്ളൂ. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈ പറയുന്ന ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ്. ഇൻകം ടാക്സുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം, എല്ലാ സ്ഥലത്തും ഈ പാൻ കാർഡ് കോട്ട് ചെയ്യണം. പിന്നെ ഈ പാൻ കാർഡ് ഇപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കണം. പിന്നെ നമ്മുടെ TDS കാര്യങ്ങൾ, TCS കാര്യങ്ങളൊക്കെ പിടിക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ പാൻ നമ്പർ ഉണ്ടെങ്കിൽ കൊടുത്തിരിക്കണം. പിന്നെ പാൻ നമ്പർ എടുക്കേണ്ട വ്യക്തികൾ ആരൊക്കെയാണ്, നമ്മുടെ ടാക്സ് കമ്പൽസറി ആയിട്ട് അടക്കേണ്ടത്, റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ള വ്യക്തികൾക്കൊക്കെ കമ്പൽസറി ആയിട്ടും പാൻ നമ്പർ എടുത്തിരിക്കണം. പാൻ നമ്പർ ഇല്ലാത്തൊരു വ്യക്തിക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ റിട്ടേൺ വേണമെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് CO മോട്ടോ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരാൾക്ക് ഇഷ്യൂ ചെയ്യാം. അവൻ അപ്ലൈ ചെയ്തില്ലെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ ഇഷ്യൂ ചെയ്തിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വേണം തീരുമാനം എടുത്തെടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ആ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ എന്തായാലും പാൻ നമ്പർ കോട്ട് ചെയ്തിരിക്കണം. അപ്പൊ ഒരു കാറ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, പാൻ നമ്പർ കോട്ട് ചെയ്യണം. അങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്, പാൻ നമ്പർ കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു 10 ഡിജിറ്റ് ആൽഫ ന്യൂമറിക് കോമ്പിനേഷൻ, ആൽഫ ഉണ്ടാവും, നമ്പേഴ്സ് ഉണ്ടാവും, കോമ്പിനേഷൻ ആയിട്ടുള്ള 10 ഡിജിറ്റ് ആണ്. ഓക്കെ. കമ്പൽസറി അപ്ലിക്കേഷൻ ഫോർ അലോട്ട്മെന്റ് പാൻ. ഹു ഈസ് ടു അപ്ലൈ പാൻ? ആരൊക്കെയാണ് പാൻ കാർഡിന് അപ്ലൈ ചെയ്യേണ്ടത്, എപ്പോഴാണ് പാൻ ചെയ്യേണ്ടത്? എനി പേഴ്സൺ ഹൂസ് ടോട്ടൽ ഇൻകം എക്സീഡ് മാക്സിമം എക്സംപ്ഷൻ ലിമിറ്റ്. മാക്സിമം എക്സംപ്ഷൻ ലിമിറ്റ് കടന്നു. അപ്പോൾ ആൾ എന്ത് ചെയ്യണം, അസസ്മെന്റ് ചെയ്യുന്നത് 31st മെയ്നുള്ളിൽ എന്ത് ചെയ്യണം, ആള് അപ്ലൈ ചെയ്തിരിക്കണം. Any resident person other than individual which is enters into a resident person other than individual which is entered into a financial transaction and amount to lakh rupees or more in a financial year. Okay. Resident person other than individual latha resident persons entered into transaction amount ആയിരത്തി 250 മേലെ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ ആള് എന്ത് ചെയ്യണം, പാൻ കാർഡിന് അപ്ലൈ ചെയ്തിരിക്കണം. Any person who is managing director, partner, trustee, ആള് 31st May relevant assessment ചെയ്തിരിക്കണം. Any person who sales or turnover gross receipts to exceed 5 ലക്ഷം. അപ്പോൾ 5 ലക്ഷത്തിന് മേലെ turnover gross receipts ഒക്കെ ഉണ്ടെങ്കിൽ ആള് പാൻ കാർഡ് എടുത്തിരിക്കണം. Any person who is required to furnish return assessment 130 for a trusted charitable institution. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആൾക്കാർ ട്രസ്റ്റ് ആണെങ്കിൽ അത് എന്ത് ചെയ്യണം, ട്രസ്റ്റ് ഒരു പാൻ കാർഡ് എടുത്തിരിക്കും. അപ്പൊ ആൾക്കാർക്ക് മാത്രമല്ല, കമ്പനി, ഫേം, ട്രസ്റ്റ് ഇവർക്കൊക്കെ എന്ത് വേണം, പാൻ കാർഡ് വേണം. Any person who require export import code before making any export or import, associate under GST before making application for registration under GST. അപ്പോൾ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ എന്തായാലും പാൻ കാർഡ്. പെനാൽറ്റി ഫോർ ഫെയിലിയർ ടു അപ്ലൈ പാൻ. ഈ പറഞ്ഞ ആൾക്കാർ എടുത്തില്ലെങ്കിൽ എന്താണ്, 10,000 രൂപ പിഴ കേട്ടോ. വോളണ്ടറി അപ്ലിക്കേഷൻ ഓഫ് അലോട്ട്മെന്റ് പാൻ. അപ്പോൾ വോളണ്ടറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പാൻ നമ്പർ അലോട്ട് ചെയ്യാനായിട്ട് പറയാം. ഇന്റർചേഞ്ചബിലിറ്റി ഓഫ് പാൻ ആൻഡ് ആധാർ. Every person who is required to furnish intimation or quote his PAN and who has not been allotted a PAN but possesses the Aadhaar number may furnish or intimate or quote his Aadhaar number in lieu of the PAN, and such a person shall be allotted a PAN such manner as may be prescribed. Okay. About every person who is required to furnish, intimate or quote his PAN and who has not been allotted a PAN. അപ്പോൾ പാൻ നമ്പർ അലോട്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ആൾക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ആധാർ കാർഡ് അവിടെ പ്ലേസ് ചെയ്യാം. and such a person shall be allotted a PAN such manner as may be prescribed. Has been allotted a PAN and who has intimated his Aadhaar number in accordance with the provisions of section 139 may furnish, intimate or quote his Aadhaar number in lieu of PAN. PAN പകരമായിട്ട് ആധാർ നമ്പർ കൊടുക്കാന്ന് പറയുന്നത്. Every person who is required to furnish or intimate or quote his PAN, പാൻ നമ്പർ കോട്ട് ചെയ്യേണ്ട അവസ്ഥയിലെങ്കിൽ പാനിന് പകരം ആധാർ കാർഡ് കോട്ട് ചെയ്യാന്ന് പറയുന്നത്. Who to apply either compulsory or voluntarily. The application to be made to the assessing officer or another person who has been assistant
assign a function of allotment of PAN. However, where no such assessing officer or other person has been assigned such function, then application shall be made to the assessing officer having jurisdiction over the person. Form of application 49A, 49A. അപ്പോൾ അപ്ലിക്കേഷൻ ചെയ്യേണ്ടത് 49A-യും 49A ആണ് പാൻ നമ്പർ അപ്ലൈ ചെയ്യേണ്ടത്. ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യൻ കമ്പനി, എന്റർപ്രൈസസ് ഇൻകോർപ്പറേറ്റഡ് ഇന്ത്യ ആൻഡ് ഇൻകോർപ്പറേറ്റഡ് എൻറ്റിറ്റി ഫോംഡ് ഇന്ത്യ. ഇനി അതർ കേസ് 49A. സിഒ മോട്ടോ അലോട്ട്മെന്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞല്ലോ അസസിംഗ് ഓഫീസർക്ക് സിഒ മോട്ടോ അലോക്കേറ്റ് ചെയ്യാം, ആണ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ. ഇമ്പോർട്ടൻസ് ഓഫ് പാൻ എന്തൊക്കെയാണ് പാൻ നമ്പർ കോട്ട് ചെയ്യേണ്ടത്. പാൻ ഓർ ആധാർ നമ്പർ മസ്റ്റ് ബി കോഡ് ഇൻ ഓൾ ദ ഡോക്യുമെന്റ്സ്. all his return, correspondence with any other documents, income tax authority. ഇതിലൊക്കെ ആധാർ നമ്പർ അല്ലെങ്കിൽ പാൻ നമ്പർ നോട്ട് ചെയ്യും. പാൻ ആധാർ നമ്പർ must be coded in the document to certain prescribed transactions. ഈ ട്രാൻസാക്ഷൻസിലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ആധാർ നമ്പർ കോട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നോക്കി നോക്കാം. ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു സെയിൽ ഓർ പർച്ചേസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ അതർ ദാൻ 2 വീലർ വെഹിക്കിൾ. അപ്പോൾ ബൈക്ക് എടുക്കുമ്പോൾ വേണ്ട, 2 വീലർ അല്ലാത്ത വേറെ അതുകൊണ്ട് എടുക്കുമ്പോഴും പാൻ നമ്പർ വേണം. Opening an account other than time deposit and basic with a banking company or a cooperative bank. Okay. അപ്പോൾ ബാങ്കിങ് കമ്പനിയോ കോപ്പറേറ്റീവ് ബാങ്കിലോ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആധാർ നമ്മുടെ അതർ ദാൻ ടൈം ഡെപ്പോസിറ്റ് ബേസിക് സേവിങ്സും ടൈം ഡെപ്പോസിറ്റ് ഇല്ലാതെ വേറെ ഏതെങ്കിലും അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് ഉദ്ദേശിക്കുന്നത്. മേക്കിംഗ് അപ്ലിക്കേഷൻ ഫോർ ഇഷ്യൂ ഓഫ് ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷനിൽ ആധാർ നമ്പർ പാൻ നമ്പർ കൊടുക്കണം. ഓപ്പണിംഗ് ഓഫ് ഡിമാറ്റ് അക്കൗണ്ട്. പേയ്മെന്റ് ഇൻ ക്യാഷ് എക്സ്ചേഞ്ച് റുപ്പീസിന് ഹോട്ടൽ റെസ്റ്റോറന്റ് ബിൽ ഓർ ബിൽ 50,000 മേലെ പേയ്മെന്റ് കൊടുക്കണമെങ്കിൽ പാൻ നമ്പർ കൂട്ടിക്കണം. പേയ്മെന്റ് ക്യാഷ് എക്സീഡിംഗ് 50,000 ട്രാവൽ ടു എനി ഫോറിൻ കൺട്രിക്ക് ട്രാവൽ ആയിട്ട് 50,000 എക്സീഡിംഗ് ക്യാഷ് പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ചെയ്യണം, പാൻ നമ്പർ കൂട്ടിക്കണം. പേയ്മെന്റ് എക്സീഡിംഗ് 50,000 ഓൺ എനി മ്യൂച്വൽ ഫണ്ട് ഓർ പർച്ചേസ് ഓഫ് യൂണിറ്റ്. പേയ്മെന്റ് എക്സീഡിംഗ് 50,000 ടു എ കമ്പനി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ അക്കറന്റ് ഡിബഞ്ചർ. പേയ്മെന്റ് എക്സീഡിംഗ് 50,000 ടു RBI ഫോർ അക്കറിംഗ് ബോണ്ട് ഇഷ്യൂഡ് ബൈ. ഡെപ്പോസിറ്റ് ക്യാഷ് എക്സീഡിംഗ് 50,000 ഡ്യൂറിംഗ് എനി വൺ ഡേ വിത്ത് ബാങ്കിങ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ദിവസം, അതായത് നമ്മുടെ ബാങ്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും 49,999 മേലുണ്ടെങ്കിൽ പാൻ നമ്പർ വേണമെന്നുണ്ട്. ഡെപ്പോസിറ്റ് ക്യാഷ് എക്സീഡിംഗ് 50,000 ഡ്യൂറിംഗ് എനി വൺ ഡേ വിത്ത് എ ബാങ്കിങ് കമ്പനി ഓർ എ കോപ്പറേറ്റീവ് ബാങ്ക്. 50,000 മേലെ ക്യാഷ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ പാൻ നമ്പർ കൊടുത്തിട്ട് പറ്റുള്ളൂ. ടൈം ഡെപ്പോസിറ്റ് എമൗണ്ട് ആക്ച്വലി 50,000 മോർ ദാൻ 5 lakh ഡ്യൂറിംഗ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ടൈം ഡെപ്പോസിറ്റ് 5 ലക്ഷത്തിന് മേലൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. എക്സീഡിംഗ് 50,000 ഓർ ആഗ്രിഗേറ്റിംഗ് ടു മോർ ദാൻ 5 lakh. അപ്പൊ ചെറിയതായിട്ട് 5 ലക്ഷം ഒരു വർഷമായാലും വേണ്ടില്ല. അപ്പോൾ ഡെപ്പോസിറ്റ് 50,000 ആയാലും പാൻ നമ്പർ ചെയ്യണം. പേയ്മെന്റ് ക്യാഷ് ഓർ ബൈ ബാങ്ക് ഓർ ഡ്രാഫ്റ്റ് പേ ഔട്ട് ബാങ്ക് ചെക്ക് എമൗണ്ട് ആഗ്രേറ്റഡ് ഫീസ് 50,000. 50,000 എമൗണ്ടിൽ നമ്മൾ എക്സീഡ് ചെയ്യാൻ പാൻ നമ്പർ കൂട്ടിയിട്ടായിട്ട് പേയ്മെന്റ് ആഗ്രേറ്റഡ് മോർ ദാൻ 50,000. അപ്പൊ ഇത്രയാണ് കാര്യങ്ങൾ എടുക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പാൻ നമ്പർ കോട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. പാൻ ഓർ ആധാർ നമ്പർ ഓൺ TDS TC സർട്ടിഫിക്കറ്റിൽ പാൻ നമ്പർ കോട്ട് ചെയ്യണം. TCS അതർ പോയിന്റ്. ഇന്റിമേഷൻ ഫോർ എനി ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഇൻകം ടാക്സിനെ നമ്മൾ എന്ത് ചെയ്യണം, പാൻ നമ്പർ അലോട്ട് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ എന്താണ് ചേഞ്ചസ് ഉണ്ടെങ്കിൽ പറയണം. എവരി പേഴ്സൺ ഷാൽ ഇന്റിമേറ്റ് ദ അസിസ്റ്റിംഗ് ഓഫീസർ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ എനി ചേഞ്ചസ് അഡ്രസ്സോ കാര്യങ്ങളൊക്കെ മാറില്ല, നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ താമസിക്കണമെന്നില്ലല്ലോ, അതൊക്കെ ഇന്റിമേഷൻ ചെയ്യണം. Quoting of Aadhaar number. Every person who is eligible to obtain Aadhaar number shall quote Aadhaar number in the application form or allotment current account number in the return of income. Aadhaar number quoting Aadhaar number പാൻ കാർഡൊക്കെ ലിങ്കിങ് ആണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പാൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ പാൻ കാർഡായിട്ട് ഓടിച്ചു പറഞ്ഞാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. 10 ഡിജിറ്റ് ആൽഫ ന്യൂമറിക് കോഡ് എല്ലാ റിട്ടേണിലും നമ്മൾ ചെയ്യണം. ആധാറുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കണം. ഒരുപാട് ട്രാൻസാക്ഷൻസ് പറഞ്ഞില്ലേ, മാക്സിമം 50,000 ലിമിറ്റ് കഴിഞ്ഞാൽ എന്തായാലും പാൻ നമ്പർ കോട്ട് ചെയ്തിരിക്കണം. മോട്ടോർ കാർ എടുക്കുമ്പോൾ എന്തായാലും ചെയ്തിരിക്കണം. ബൈക്ക് എടുക്കുമ്പോൾ വേണ്ട, മോട്ടോർ കാർ മുതൽ എല്ലാ മോട്ടോർ വെഹിക്കിൾ എടുക്കുമ്പോഴും പാൻ നമ്പർ കോട്ട് ചെയ്യണം. ഡിബഞ്ചർ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് വേണം, ഡെബിറ്റ് കാർഡ് ഇതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പാൻ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് കോട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇത്രയാണ് പാനും റിട്ടേണുമായിട്ടുള്ള ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇത് ജസ്റ്റ് വായിച്ചു നോക്കണുള്ളൂ, നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നുമില്ല. ഇതിങ്ങനെയാണെന്നുള്ള ഒരു രീതിയിൽ. ഓക്കെ, ഓടിച്ചു പോയി തോന്നരുത്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ.